ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു കക്കാറച്ചി റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഈ കക്കാറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ കക്കാറച്ചി നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇവിടെ കക്കാറച്ചി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. പച്ചമണം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർക്കാം. സവാള ചേർക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് അതൊന്ന് ചൂടായി വരണം. നന്നായിട്ട് ഇത് മസാലയൊക്കെ പിടിച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കാറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അടച്ചു വെച്ചൊന്ന് ഒന്ന് ആവി കയറ്റിയിട്ട് തുറന്ന് നോക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.